ശാസ്ത്രലോകം. പുതുതലമുറ ഇന്റർനെറ്റ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു മായാലോകമാണ് മെറ്റാവേഴ്സ്. ഈ പദം സാങ്കല്പികവും ത്രിമാനവുമായ ഒരു വെർച്വൽ സ്പേസ് വിവരിക്കാൻ ഉപയോഗിക്കുന്നു. അതിൽ നമുക്കെല്ലാവർക്കും യഥാർത്ഥ ലോകത്ത് കഴിയുന്നത് പോലെ ഇടപഴകാൻ സാധിക്കും. മെറ്റാവേഴ്സ് എന്താണെന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു തരികയാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ വിവരസാങ്കേതിക വിഭാഗം മേധാവി ഡോക്ടർ ശബരീഷ്. മാനവികതയെ ഏറ്റവും അധികം സ്പർശിച്ച സാങ്കേതിക വിദ്യ ഏത് എന്ന ചോദ്യത്തിന് നമുക്ക് ഏവർക്കും ഉത്തരം വിവരസാങ്കേതിക വിദ്യ അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി എന്നാകും. അതിന് കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്രയധികം നിർണായകമായ സ്വാധീനം ചെലുത്തിയ മറ്റൊരു സാങ്കേതിക വിദ്യ ഇന്നോളമില്ല. അതുതന്നെയല്ല, അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. അതിന് കാരണം ലോകത്തെ ഏറ്റവും മികച്ച വിവിധ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിലെ മസ്തിഷ്കങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ഭൗതികശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങൾ ഫൈബർ ഓപ്റ്റിക് സാങ്കേതികവിദ്യയിലേക്കും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വികസിപ്പിച്ച നൂതന കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും കമ്പ്യൂട്ടർ സയൻസ് ശാഖ വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയറുകളും നിർമ്മിത ബുദ്ധിയും ഒക്കെയാണ് ഇതിന് ആക്കം കൂട്ടുന്നത്. കേവലം ഒരു മിലിറ്ററി നെറ്റ്വർക്കായി തുടങ്ങി ആർപ്പാനെറ്റ്, അതിൽ നിന്ന് നമ്മുടെ ഏവരുടെയും വിരൽത്തുമ്പിൽ വരെ മൊബൈലിലൂടെ വിശ്വവ്യാപക വല അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എത്തിക്കുവാൻ കഴിഞ്ഞത് ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യയുടെ അഭൂതപൂർണമായ വികാസമാണ് സൂചിപ്പിക്കുന്നത്. ഇൻ്റർനെറ്റ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇത് സമൂഹത്തിലുണ്ടാക്കിയ കാതലായ പരിവർത്തനങ്ങളും സാമൂഹിക പുനർസംഘടനയും പുനർക്രമീകരണത്തിനും അളവ് ഒന്നുമില്ല. മാനവരാശിയെ മുഴുവൻ പിടിച്ചുകുടുക്കിയ കോവിഡ് തരംഗങ്ങളും ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ക്രമീകരിക്കപ്പെട്ട ആധാറും UPI അധിഷ്ഠിത പണമിടപാടുകളും മറ്റു ഡിജിറ്റൽ സാങ്കേതങ്ങളും വെർച്വൽ മീറ്റിങ്ങുകളും വീഡിയോ കോൺഫറൻസുകളും ഒക്കെ മൊബൈൽ അധിഷ്ഠിത ഇൻ്റർനെറ്റ് ഉപയോഗം അതിൻ്റെ പരമോന്നതയിൽ എത്തിച്ചു. ആർപ്പാനെറ്റിൽ തുടങ്ങി വെബ് 1 മുതൽ വെബ് 3 വരെ എത്തി നിൽക്കുകയാണ് ഇൻ്റർനെറ്റ് ലോകം. മെറ്റാവേഴ്സ് എന്ന സാങ്കേതികവിദ്യ വെബ് 3 ഗണത്തിൽ പെടുന്നു. ഇത് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ കെൽപ്പുള്ള സാങ്കേതിക വിദ്യയായിട്ടാണ് പണ്ഡിതർ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മെറ്റാവേഴ്സ് എന്താണെന്നും അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഈ പദം കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി മെറ്റാവേഴ്സ് എന്നത് പുതിയ പദമാണോ? അല്ല. 1992 അമേരിക്കൻ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരൻ നീൽ സ്റ്റീവൻസൺ അദ്ദേഹത്തിൻ്റെ സ്നോ ക്രാഷ് എന്ന നോവലിൽ മെറ്റാവേഴ്സ് എന്ന സാങ്കല്പിക ലോകത്ത് പരസ്പരം ഇടപഴകുകയും സല്ലപിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അതിൽ നിന്നാണ് മറ്റൊരു ലോകം എന്ന് അർത്ഥം വരുന്ന ഈ പദം ടെക് ലോകം കടമെടുത്തത്. എന്താണ് മെറ്റാവേഴ്സ്? സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യ, കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ മുന്നേറ്റങ്ങൾ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റിയും നിർമ്മിത ബുദ്ധിയും സമന്വയിപ്പിച്ച് ഒരു സാങ്കല്പിക ഡിജിറ്റൽ ലോകം ഒരുക്കുവാൻ സാധിക്കുന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് മെറ്റാവേഴ്സ്. ഇന്ന് നിലവിലുള്ള യൂട്യൂബ് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അതായത് അവിടെ ആർക്കും വീഡിയോകൾ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് പണം സമ്പാദിക്കുകയും ചെയ്യാം. അതുപോലെയുള്ള മറ്റൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് മെറ്റാവേഴ്സ്. അവിടെ ഏവർക്കും ത്രിമാന സൃഷ്ടികൾ നിക്ഷേപിക്കുകയും ആ നിക്ഷേപിക്കപ്പെട്ട കലാരൂപങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കുകയും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭാരതീയ സങ്കല്പമായ എല്ലാം മായയാണ്, എവറിത്തിങ് ഈസ് ആൻ ഇല്യൂഷൻ എന്ന തത്വത്തിൻ്റെ ഡിജിറ്റൽ ആവിഷ്കാരമാണോ എന്ന് നമുക്ക് സംശയിക്കാം. മെറ്റാവേഴ്സ് സാധ്യമാക്കുന്ന ഉപഘടകങ്ങളായ ഓഗ്മെൻറ്റഡ്, വിർച്വൽ ആൻഡ് മിക്സഡ് റിയാലിറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഒരാളുടെ ചിത്രമെടുക്കുമ്പോൾ ഫോട്ടോയ്ക്ക് മുകളിൽ രസകരമായ കൊമ്പ് വയ്ച്ചു കൊടുക്കാം, മുഖത്തിന് മറ്റൊരു ജീവിയുടെ മുഖവുമായി മിക്സ് ചെയ്യാം. അത്തരം കാര്യങ്ങളെല്ലാം സാധ്യമാക്കുന്ന ആപ്പുകൾ ഇപ്പോൾ ഉണ്ട്. അതായത് ഒരു ഭൗതികമായ ഫോട്ടോയിലോ വീഡിയോയുടെ പുറത്ത്
തികച്ചും സാങ്കല്പികമായ കൊമ്പ്, വിവിധ ഭാവങ്ങൾ, പരിവർത്തനങ്ങൾ തുടങ്ങിയവ കൂട്ടിച്ചേർക്കുന്നതിന് ആണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് വിർച്വൽ റിയാലിറ്റി? ഇന്ന് കമ്പോളത്തിൽ ലഭ്യമായ പല ഹെഡ്സെറ്റുകളും ഉപയോഗിച്ച് നമുക്ക് തികച്ചും സാങ്കല്പികമായ ഒരു ലോകത്ത് പോവുകയും അവിടെ കാണപ്പെടുന്ന ത്രിമാനതയിൽ സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളും വസ്തുക്കളുമായി ഇടപഴകാനും ആശയവിനിമയം നടത്തുവാനും അതിനെയൊക്കെ നിയന്ത്രിക്കുവാനും ഒക്കെ സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് VR. എന്താണ് മിക്സഡ് റിയാലിറ്റി? നേരത്തെ പ്രതിപാദിച്ച ചില ഹെഡ്സെറ്റുകളുടെ സഹായത്തോടു കൂടി നമ്മുടെ മുന്നിൽ കണ്ണുകൊണ്ട് കാണുന്നതിനുപരിയായി ചില വെർച്വൽ വസ്തുക്കൾ പ്രത്യക്ഷപ്പെടുത്തുവാനും അവയെ നമ്മൾക്ക് സ്പർശിക്കുവാനും കൈകാര്യം ചെയ്യുവാനും നിയന്ത്രിക്കുവാനും സല്ലപിക്കാനും സാധ്യമാകുന്ന സാങ്കേതികവിദ്യയാണ് മിക്സഡ് റിയാലിറ്റി. ഉദാഹരണത്തിന്, ഒരു ഭൗമശാസ്ത്ര വിദ്യാർത്ഥിക്ക് മുന്നിൽ ഒരു വിർച്വൽ ഭൂഗോളം പ്രത്യക്ഷപ്പെടുകയും അതിനെ കൈകൾ കൊണ്ട് തിരിക്കുവാനും സൂം ചെയ്യുവാനും ഇന്ത്യയും അവിടെ നിന്ന് കേരളത്തിലേക്കും ത്രിമാനതയിൽ ഒഴുകി നീങ്ങാൻ സഹായമാകുന്ന സാങ്കേതികവിദ്യയാണ് മിക്സഡ് റിയാലിറ്റി. ഇനി സാങ്കേതികത്വം ഒഴിവാക്കി പുരാണത്തിൽ നിന്നൊരു ഉദാഹരണമായാലോ. മഹാഭാരതത്തിലെ സഞ്ജയൻ എന്ന ധൃതരാഷ്ട്രരുടെ തേരാളിക്ക് വ്യാസമഹർഷി ദിവ്യദൃഷ്ടി എന്നൊരു അമാനുഷിക കഴിവ് നൽകിയതായി പറയുന്നുണ്ട്. അങ്ങനെ ദിവ്യദൃഷ്ടിയെ നമുക്ക് ഒരു മെറ്റാവേഴ്സ് ഹെഡ്സെറ്റായി ഉപമിക്കാം. ഇത് ഉപയോഗിച്ച് സഞ്ജയൻ തൻ്റെ മുറിയിലിരുന്നു കൊണ്ട് തികച്ചും വിദൂരതയിൽ നടക്കുന്ന മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണുകയും അത് ധൃതരാഷ്ട്രരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനെ വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ആയി ഉപമിക്കാം. അതായത് നാം ഓരോരുത്തരുമാകുന്ന സഞ്ജയന്മാർ ഹെഡ്സെറ്റ് എന്ന ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് വിദൂരതയിൽ നടക്കുന്ന ആ മഹാഭാരത യുദ്ധം കളത്തെ ഒരുക്കിയ ഒരു മെറ്റാവേഴ്സായി സങ്കല്പിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ സ്വയം ഒഴുകി തന്നെ അത് അനുഭവിക്കാൻ സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് മെറ്റാവേഴ്സ്. മെറ്റാവേഴ്സിൻ്റെ ഭാവി എന്താണ്? നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രധാന പരിമിതി എന്നത് അതിന് 2 ഡയമെൻഷൻ അഥവാ 2D അനുഭവത്തെ മാത്രം പ്രദാനം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. ഈ അനുഭവത്തെ ത്രിമാനതയിൽ അനുഭവത്തിലേക്കായി മാറ്റാവുന്നതാണ്. അതിനാണ് മെറ്റാവേഴ്സ് നമ്മെ സഹായിക്കുന്നത്. ഒരു ചെറിയ ഹെഡ്സെറ്റ് അണിഞ്ഞ് ഇൻ്റർനെറ്റിലൂടെ ത്രിമാനികമായ സാങ്കല്പിക ലോകത്തെ അനുഭവിക്കാനും ഭൗതികവും അഭൗതികവുമായ ഈ 2 ലോകങ്ങളെയും ബന്ധിക്കുവാനും സാധിക്കുന്നു. ഈ സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അത് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് കുറച്ച് സമയം കൂടി മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ ഇൻ്റർനെറ്റ് അടക്കി വാഴുന്ന പല വൻപന്മാരും കടപുഴുകി വീഴും. അവ നാളെ മെറ്റാവേഴ്സ് ലോകത്ത് ഉണ്ടാകുമോ എന്ന് സംശയകരമാണ്. ഇന്ന് നമ്മൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ പല രാജ്യങ്ങളിൽ താമസിക്കുന്നവരുമായി സൗഹൃദം പങ്കുവയ്ക്കുകയും ഒരു ഗ്രൂപ്പിൽ ഒത്തുചേർന്ന് ചിത്രങ്ങളും വീഡിയോയും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ അയക്കുകയും ചെയ്യുന്നു. അതുപോലെ മെറ്റാവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രിമാനതയിൽ അവരുടെ വിർച്വൽ അവതാരങ്ങൾക്ക് നേർക്കുനേർ ഇരുന്ന് ആശയവിനിമയം നടത്തുവാനും സ്പർശിക്കുവാനും മറ്റും സാധിക്കും. ഉദാഹരണത്തിന്, ഒരു വയോധികർക്ക് കൈലാസയാത്ര നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഏറെ ശ്രമകരമാണ് അത് എന്ന് നമുക്കറിയാം. ഒരു മെറ്റാവേഴ്സ് ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് അനായാസം അത്തരത്തിലൊരു യാത്ര സാധ്യമാകും. അതുപോലെ മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ തന്നെ പല കമ്പനികളും വർക്ക് ഫ്രം ഹോം സൗകര്യം നടപ്പിലാക്കുന്നുണ്ട്. അതിനാൽ പരിമിതികളില്ലാതെ പല രാജ്യത്തുമുള്ള ആൾക്കാരെ ഹയർ ചെയ്യുകയും മെറ്റാവേഴ്സ് വരുന്നതോടുകൂടി എല്ലാവരും ഒരു കുടക്കീഴിലിരുന്ന് ജോലി ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയും മികച്ച രീതിയിൽ ജോലികൾ ചെയ്യിക്കുവാനും സാധിക്കും. മറ്റൊരു മേഖല പാഠ്യവുമായി ബന്ധപ്പെട്ടതാണ്. പഠനം ഇനി ടെക്സ്റ്റ് ബുക്കുകളും യൂട്യൂബ് വീഡിയോകളിലും ഒതുങ്ങാതെ ത്രിമാനതയിൽ കണ്ടനുഭവിക്കാം. ഉദാഹരണത്തിനായി, ഹിസ്റ്ററിയിൽ ഈജിപ്തിൻ്റെ പിരമിഡുകളെക്കുറിച്ച് പറയുമ്പോൾ അതിനുള്ളിലെ ദൃശ്യവിരുന്നുകൾ വളരെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും നൽകുക. ജീവശാസ്ത്രത്തിൽ ശ്വാസനാളികളിലൂടെ ലങ്സിലേക്കുള്ള ഒരു യാത്ര, ആ യാത്രക്കിടയിൽ ആന്തരിക അവയവങ്ങളുടെ ഉപഘടകങ്ങളെ പരിചയപ്പെടാനും തൊട്ടുതലോടാനും അവയുടെ നിറവും ചലനവുമൊക്കെ ആസ്വദിക്കാനും സാധിച്ചാൽ പഠനം എത്ര മനോഹരമാകും. അടുത്ത മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഡോക്ടർമാരുമായുള്ള കൺസൾട്ടേഷൻ ആകമാനം മാറും. കാരണം ഫോണിലൂടെ സംസാരിക്കുന്നത് പോലെയോ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുന്നത് പോലെയോ ആകില്ല. മറിച്ച് ത്രിമാനതയിലുള്ള ഒരു ഡോക്ടറുടെ അവതാരമാകും നമ്മളുടെ കാര്യങ്ങൾ കേട്ടറിയുവാനും യന്ത്ര സഹായത്തോടുകൂടി വിദൂരത്ത് നിന്ന് നമ്മളുടെ ഹൃദയതാളവും പൾസുമൊക്കെ അളക്കുവാനും ഉണ്ടാവുക. അടുത്ത കാതലായ മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു മേഖലയാണ് ഇ ഗവേണൻസ്. പലപ്പോഴും സർക്കാരും
സർക്കാർ ഇതര സ്ഥാപനങ്ങളും നടപ്പിലാക്കുന്ന പദ്ധതികളും അവരുടെ ക്രമങ്ങളെപ്പറ്റിയും പലപ്പോഴും നമ്മളെ ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്നു. അവർ കോൾ സെൻ്ററുകളെയോ ഉദ്യോഗസ്ഥരെയോ ആശ്രയിക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ മെറ്റാവേഴ്സ് വരുന്നത് വഴി ഉദ്യോഗസ്ഥൻ്റെ തന്നെ ഒരു വിർച്വൽ അവതാർ സൃഷ്ടിക്കപ്പെടുകയും നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഈ അവതാറുകൾ ഒരേ സമയം ആയിരക്കണക്കിന് ആളുകളുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ഉപദേശിക്കുകയും ചെയ്യുന്നതാണ്. ഇത്രയും നല്ല വശങ്ങൾ പ്രതിപാദിച്ചു. ഇനി മെറ്റാവേഴ്സിനെ നമുക്ക് ഭയക്കേണ്ടതുണ്ടോ? ഒരുപാട് ഗുണങ്ങൾ മെറ്റാവേഴ്സ് എന്ന സാങ്കേതികവിദ്യയിലൂടെ നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഗുണങ്ങൾ അറിയുമ്പോഴും ദോഷങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നോക്കുന്നത് പലരും വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്പുകളാണ്. ഇന്ന് രാവിലെ നോക്കാൻ സാധിച്ചില്ലെങ്കിൽ ചില ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ട്. ചില കുട്ടികൾ PUBG പോലുള്ള ഗെയിമുകൾ കളിക്കാൻ അവരുടെ മാതാപിതാക്കളുടെ ഫോണിന് വേണ്ടി കരയുകയും നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കേൾക്കുന്നുണ്ട്. മണിക്കൂറുകളോളം ഫോണിൽ ഗെയിമുകൾ കളിക്കാനായി ജനറേഷൻ Z അഥവാ ഡിജിറ്റൽ നേറ്റീവ്സ്, ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാർ, ആ തലമുറയിൽപ്പെട്ടവർ ഒരു മടുപ്പും കൂടാതെ അതിന് സാധിക്കുന്നു. അതുപോലെ ഡിജിറ്റൽ മൈഗ്രൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ, ഇപ്പോൾ ഡിജിറ്റൽ ഉപയോഗം പഠിച്ചെടുത്ത ആൾക്കാർ, അങ്ങനെയുള്ളവർ ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്നും പറയാൻ സാധിക്കുകയില്ല. ഈ കാര്യങ്ങൾ തന്നെയാണ് മെറ്റാവേഴ്സ് വന്നാൽ വില്ലനായി വരുന്നതും. പഠന ആവശ്യങ്ങൾക്ക്, വർക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിർച്വൽ റിയാലിറ്റി ഗ്ലാസുകൾ ആളുകൾ നിരന്തരം ഉപയോഗിച്ച് മെറ്റാവേഴ്സ് ലോകത്തിൽ തന്നെ ലയിച്ചു പോകാനും ശരിക്കുള്ള ജീവിതത്തിൽ പലർക്കും കിട്ടാത്ത സ്വാതന്ത്ര്യം മെറ്റാവേഴ്സ് ലോകത്ത് ലഭിക്കുമ്പോൾ ആ ലോകത്തു നിന്നും തിരികെ വരാനും പലർക്കും മടി കാണും. മെറ്റാവേഴ്സ് ലോകം ഇനി ശരിക്കും ഒരു വലിയ മാറ്റം തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. മെറ്റാവേഴ്സ്, ഇന്റർനെറ്റ് തുറക്കുന്ന മറ്റൊരു മായാലോകം. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ വിവര സാങ്കേതിക വിഭാഗം മേധാവി ഡോക്ടർ ശബരീഷ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശാസ്ത്രലോകം സമാപിക്കുന്നു.